ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സംഖ്യകളുടെ ഗുണനഫലത്തിൽ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാനാണ്. അത് ഈ അഭാജ്യ ഘടകവുമായി ബന്ധപ്പെട്ട ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് പറയുന്നത്. ഇത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഫാക്ടോറിയൽ വിഭാഗത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, അത് നമ്മൾ ആ ലെവലിൽ പറയും. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ചോദ്യം ഉദാഹരണത്തിന് ഞാൻ പറയാണ് 4 ഗുണിക്കണം 5. ഇവിടെ ഗുണനഫലത്തിൽ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? നമുക്കറിയാം 4 5 ഗുണിച്ച് 20, അവസാനം ഒരു പൂജ്യമാണ് വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ 4 ഗുണിക്കണം 25. ഇതിന്റെ അവസാനത്തിൽ വരുന്ന ഇവയുടെ ഗുണനഫലത്തിൽ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ 4 25 ഗുണിച്ച് നമുക്കറിയാം 100. അപ്പോൾ ഇതിന്റെ അവസാനത്തിൽ 2, അപ്പോൾ ഉത്തരം 2. ഇനി വേറെ ക്വസ്റ്റ്യൻ വരികയാണ് 8 ഗുണിക്കണം 125. ഇവിടെ ഗുണനഫലത്തിൽ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? നമുക്കറിയാം 8 125 ഗുണിച്ചാൽ 1000. അപ്പൊ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം 3. അപ്പൊ നമ്മുടെ ഉത്തരം 3. ഓക്കെ, അപ്പൊ ഇതുപോലെ സംഖ്യകളുടെ ഗുണനഫലത്തിൽ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എങ്ങനെയാണ് അത് നമുക്ക് ആൻസർ കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിന് മുമ്പ് എപ്പോഴാണ് പൂജ്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗുണിക്കണം 5 = 10. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2ഉം 5ഉം ഗുണിക്കുമ്പോൾ മാത്രമേ അവസാനത്തിൽ പൂജ്യം വരുള്ളൂ. അപ്പോൾ 2 5ഉം 1 5ഉം 2 5ഉം 2 2 ഉണ്ടെങ്കിൽ നമുക്ക് 2 പൂജ്യം കിട്ടും. 3 2ഉം 3 5ഉം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പൂജ്യം കിട്ടും? 3 പൂജ്യം കിട്ടും. മനസ്സിലാണ്ടല്ലോ? ഓക്കെ, അതായത് 1 2ഉം 1 5ഉം ഗുണിച്ചാൽ 10 കിട്ടും. ഇനി 2 2ഉം 2 5ഉം 2 5ഉം ഗുണിച്ചാൽ നമുക്ക് എത്ര പൂജ്യം കിട്ടും? അതായത് 2ഉം 5ഉം ചേരുമ്പോഴാണ് ഒരു പൂജ്യമാവുക. വീണ്ടും 2ഉം 5ഉം ചേരുമ്പോഴാണ് ഒരു പൂജ്യമാവും. നോക്കിയേ, 2 2 ഗുണിച്ചാൽ 4, 5 5 ഗുണിച്ചാൽ 25. അങ്ങനെയാണ് 4 × 25 100 കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി 3 2ഉം 3 5ഉം ചേർന്നാൽ നമുക്ക് 3 പൂജ്യം കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ ഒരു 2 ഇനി 3 5 5 ഗുണിക്കണം 5 ഗുണിക്കണം 5, അതാണ് 125. ഓക്കെ, അപ്പോൾ തമ്മിൽ ഗുണിച്ചപ്പോൾ അവസാനം 3 പൂജ്യം കിട്ടി. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം ഇങ്ങനെ വരികയാണ്. 1 2 3 4 5 ഉണ്ട്, 2 2 ഉണ്ട്. അപ്പോൾ എത്ര പൂജ്യം കിട്ടും? ഏതാണോ ചെറുത്, എത്ര എണ്ണാണോ? 2 അല്ലേ? ഒരു 2ഉം 5ഉം ചേർന്ന ഒരു പൂജ്യം, ഈ 2ഉം 5ഉം ചേർന്ന ഒരു പൂജ്യം. ബാക്കിയുള്ള 5 എത്ര എണ്ണം ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് പെയറായിട്ട് തന്നെ വരണം. ഒരു 2ഉം ഒരു 5ഉം ചേർന്ന ഒരു 0 കിട്ടും. ഒരു 2ഉം ഒരു 5ഉം ചേർന്ന 0 കിട്ടും. അല്ലാതെ 5 മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ അനുസരിച്ചുള്ള എന്തുകൂടി വേണം? 2 കൂടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കല്ലേ? ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, 10 15 8 എന്നീ സംഖ്യകളുടെ ഗുണനഫലത്തിൽ അവസാനത്തിൽ എത്ര പൂജ്യങ്ങൾ വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അഭാജ്യ ഘടകമാക്കി മാറ്റാം. എന്നിട്ട് അതിൽ എത്ര 2 ഉണ്ട്, എത്ര 5 ഉണ്ട് എന്ന് നോക്കുക. അതിൽ ഏറ്റവും കുറഞ്ഞ എണ്ണ ഏതാണോ അത്രയും പൂജ്യം ഉണ്ടായിരിക്കും അർത്ഥം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 5 ഗുണിക്കണം 5 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2, ഇതിൽ എത്ര പൂജ്യം ഉണ്ടാവും? ഇത് ഗുണിച്ച അവസാനത്തിന് ഒരു 2ഉം 5ഉം ചേർന്നാൽ ഒരു പൂജ്യം കിട്ടും. അടുത്ത 2ഉം 5ഉം ചേർന്നാൽ ഒരു പൂജ്യം കിട്ടും അല്ലേ? അപ്പം എത്ര പൂജ്യത്തിന് കിട്ടുള്ളൂ? ആകെ 2 പൂജ്യം കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 2 ആണോ 5 ആണോ ഏറ്റവും മിനിമം എന്ന് നോക്കുക. ഇവിടെ 5 ആണ് ഏറ്റവും മിനിമം, അതെത്ര ഉണ്ട്? 2. അപ്പം ഇതിൻ്റെ എൻഡിൽ 2 പൂജ്യം ഉണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് എടുക്കാൻ പറ്റില്ല, കാരണം ഇതൊന്നും ഗുണിച്ചാൽ നമുക്ക് അവസാനത്തിൽ പൂജ്യം കിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു സംഖ്യ നമുക്ക് തന്നിട്ട് അവയുടെ ഗുണനഫലത്തിൽ അവസാനം എത്ര പൂജ്യം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ അഭാജ്യ ഘടകം കണ്ടിട്ട് 2 5 ഇത് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. വേറെ ഘടകങ്ങളുണ്ടെങ്കിൽ 3 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 2ഉം 5ഉം നമുക്ക് എടുക്കാം. എന്നിട്ട് അതിലെ ഏറ്റവും മിനിമം നമ്പർ 2 ആണോ 5 ആണോ നോക്കിയാൽ ആ മിനിമം നമ്പറാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, 10 15 8 ഈ സംഖ്യകളുടെ ഗുണനഫലത്തിൽ അവസാനത്തിൽ എത്ര പൂജ്യങ്ങൾ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് 10നെ ഘടകങ്ങളാക്കാം. 10നെ ഘടകങ്ങളാക്കാൻ 2 × 5 ആണ് 10. 15നെ ഘടകങ്ങളാക്കാം. അപ്പം 3 × 5 ആണ് 15. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 3 5 15.
8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ് ഇൻറ്റു 2ന്റെ ക്യൂബ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്ര 2 ഉണ്ട് എത്ര 5 ഉണ്ട് മൂന്നൊന്നും പരിഗണിക്കരുത്. എത്ര 5 ഉണ്ട് എത്ര 2 ഉണ്ട് ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, 2 എത്ര ഉണ്ട് നോക്കിയേ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 2 ഉണ്ട്, അപ്പോൾ 4 2 അല്ലെ. ഇവിടെ 2 എന്നത് ഒരെണ്ണം, ഇവിടെ 2 എന്നത് 3 എണ്ണം, ആകെ 2 എത്ര ഉണ്ട് 4 എണ്ണം, അപ്പൊ 2 4 എണ്ണം ഉണ്ട്. എണ്ണമാണ് മുകളിൽ എഴുതുക. ഓക്കെ, ഇത് നോക്കിയേ 5 ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട്, അപ്പൊ ആകെ 2 5 3 നമ്മൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. 2ഉം 5ഉം മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇതിൽ ഏറ്റവും മിനിമം നമ്പർ ഏതാ നോക്കുക. 5 2 എണ്ണം, 4 2 4 എണ്ണം. ഏറ്റവും മിനിമം നമ്പർ ഏതാ 2. അപ്പോൾ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ അവസാനത്തിൽ 2 പൂജ്യങ്ങളായിരിക്കും കിട്ടുക എന്നർത്ഥം. ക്ലിയർ ആയെന്ന് എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഓക്കെ, ചെയ്യാം നമുക്ക്. 125 അല്ലെ, 125 നമുക്ക് ഘടകങ്ങളാക്കുമ്പോൾ നമുക്കറിയാം 125 എന്ന് പറയുമ്പോൾ 5ന്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ 5ന്റെ ക്യൂബ് പവറിൽ 6 ഇൻറ്റു 64 എന്ന് പറഞ്ഞാൽ 2�6 ആണ് 64. നമുക്ക് സംശയം ചെയ്ത് നോക്കാം. ഇത് നമുക്ക് കാണാപ്പാടം പഠിക്കേണ്ടതാണ്. അത് നമ്മളെ ലോസ് ഓഫ് എക്സ്പൊണൻസിൽ നമ്മൾ കാണാതെ പഠിക്കും. ഓക്കെ, അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ 2�6 ആണ് 64 റേസ് ടു 12 ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്താണ്. 100നെ ഘടകങ്ങളാക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും. 100നെ ഘടകങ്ങളാക്കി നോക്കാം. നമുക്ക് 2 എഴുതി 50 എഴുതി, 2 എഴുതി 25 എഴുതി, മാത്രമല്ല വീണ്ടും 5 ഇൻറ്റു 5 ഇങ്ങനെ തന്നെ എഴുതാം നമുക്ക്. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 അല്ലെ 5 സ്ക്വയർ പവർ 6. ഒരിക്കൽ കൂടി പറഞ്ഞു, 100നെ നമ്മൾ ഘടകങ്ങളാക്കിയപ്പോൾ 2 എന്ന അഭാജ്യസംഖ്യ 2 എണ്ണം കിട്ടി. അതാണ് ഇവിടെ എഴുതി വെച്ചത്. ഇൻറ്റു 5 എന്ന അഭാജ്യസംഖ്യ 2 എണ്ണം കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്. 5⁻3 ഇൻറ്റു 6 18 ഇൻറ്റു 2⁻6ഉം 2ഉം ഗുണിക്കണം. 2 6 12 ശിഷ്ടം 1 1 6 6ഉം 1ഉം 7 72 ഇൻറ്റു ഇനി നമുക്ക് ഇവിടെ 2ന്റെ പവർ ഇവിടെ ഈ ഇങ്ങനെ വന്നാൽ ഈ 6 ഇതിനുള്ളിലുള്ള എല്ലാത്തിനും ബാധകമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 6 12 ഇൻറ്റു 5⁻2 6 12. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. നമുക്ക് 2 5 മാത്രം എടുത്താൽ മതി. 3ഓ വേറെ 7 ഒന്നും വരികയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ഇവിടെ നമുക്ക് 2ഉം 5ഉം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 എത്ര ഉണ്ട് 5 എത്ര ഉണ്ട് നോക്കുക. അതിൽ ഏറ്റവും എണ്ണം കുറവ് ഏതാണോ അതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആയല്ലോ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 2 എത്ര ഉണ്ട് 5 എത്ര ഉണ്ട് നോക്കണം. ഓക്കെ, അത് നമുക്ക് 5 എത്ര ഉണ്ട് നോക്കാം. 5 ഇവിടെ ഒരു 18 എണ്ണം ഉണ്ട്, 5 ഇവിടെ ഒരു 12 എണ്ണം ഉണ്ട്. അപ്പോൾ ആകെ 5 എത്ര ഉണ്ട് 10 18ഉം 12ഉം 20ഉം 30 എണ്ണം ഉണ്ട് അല്ലേ. 5 30 എണ്ണം ഉണ്ട് നമുക്ക് കിട്ടി. അതുപോലെ 2 നമുക്ക് എത്ര ഉണ്ട് നോക്കാം. നോക്കേണ്ട ആവശ്യമില്ല, 72ന്റെ മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് തന്നെയാണ് 5 തന്നെയാണ്. മനസ്സിലായി നിങ്ങൾക്ക്. ഏറ്റവും കുറഞ്ഞ നമ്പർ ഒറ്റയടിക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയെടുത്താൽ മതി. 2 എന്തിനാ വെറുതെ നോക്കുന്നത്. ഇവിടെ തന്നെ 72, പിന്നെ ബാക്കിയുള്ളത് കൂട്ടാൻ പോകണ്ട അല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ആണോ അതുപോലെ 5 ആണോ ഏറ്റവും കുറവ് നോക്കിയാൽ മതി. 5 ആണ് ഏറ്റവും കുറവ്. എത്ര ഉണ്ട് 30. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ എൻഡിൽ 30 പൂജ്യങ്ങൾ കിട്ടും. നമ്മുടെ ചോദ്യം എന്തായിരുന്നു. 125⁻6 ഇൻറ്റു 64⁻12 ഇൻറ്റു 100⁻6 ഇവയുടെ ഗുണനഫലത്തിൽ അവസാനം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നമുക്ക് അവസാനത്തിൽ 30 പൂജ്യങ്ങൾ കിട്ടും എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കുറേ ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് കുറേ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി നോക്കുക, ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.